ഇന്നലെ മുതൽ രാജ്യത്ത് പുതുക്കിയ GST നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടെ ഏറെ പ്രതീക്ഷയിലാണ് ജനങ്ങൾ. നിരക്ക് കുറച്ചതോടെ അത്യാവശ്യ സാധനങ്ങൾക്കടക്കം വില കുറയുന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് സമ്മാനിക്കുന്നത്. കാരണം ഏത് സമയത്തും ടാക്സ് കുറയുന്നത് എപ്പോഴും ജനങ്ങൾക്ക് ഉപകാരപ്രദമാണല്ലോ. നല്ല കാര്യം. ഇപ്പം മരുന്നുകൾ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. എല്ലാ വീടുകളിലും ആരെങ്കിലുമൊക്കെ മരുന്ന് ഉപയോഗിക്കാത്തവരില്ല എന്ന് തന്നെ പറയാം. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്കൊരാശ്വാസമാണ്. സാധാരണക്കാർക്ക് വളരെ ആശ്വാസം. ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചോളം അത് നല്ലൊരു തീരുമാനമാണ്. കാരണം ഇപ്പം സാധാരണക്കാർക്ക് ഉപകാരപ്പെട്ട എല്ലാ സാധനങ്ങൾക്കും വില കുറയുമ്പം അവർക്ക് കുറച്ചുകൂടെ പ്രയോജനമാണ്. എന്ത് സാധനം മേടിക്കുമ്പോഴും ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് അവർക്ക് വീട്ടാവശ്യങ്ങളിലുള്ള എല്ലാ സാധനങ്ങളും മേടിക്കുമ്പം അവർക്കൊരു ഹെൽപ്ഫുള്ളാണ്. ഇതൊരു നല്ലൊരു തീരുമാനമായിട്ട് കാണുന്നുണ്ട്. അല്ല, എത്രമാത്രം കുറയുന്നത് കസ്റ്റമറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ബിക്കോസ് എന്താ പറയേണ്ട ആ ഒരു പരിഷ്കരണം വന്നു എന്നുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. മാർക്കറ്റ് പ്ലേസിൽ വരട്ടെ. കാരണം ബാക്കി അഡീഷണൽ കോസ്റ്റുകളൊക്കെ അവരുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരത് ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല. കാരണം അല്ലെങ്കിൽ 15% നമുക്ക് വലിയൊരു വിഷമമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻ ടോട്ടാലിറ്റി അതൊരു നല്ലൊരു തീരുമാനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. GST പരിഷ്കരണം നമ്മൾ അതിന് ഇതായിരിക്കണം. പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും വാങ്ങിക്കാനും കുറഞ്ഞ നമ്മളെപ്പോലെ പാവപ്പെട്ടവർക്ക് എല്ലാ സാധനവും വാങ്ങിക്കാം. മരുന്ന് വാങ്ങിക്കാനും പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ വാങ്ങിക്കാനും എന്ത് മൊബൈലോ TV എന്ത് വാങ്ങിക്കാനും വണ്ടിയിൽ വാങ്ങിക്കാനും പറ്റും. നല്ല കാര്യം തന്നെ അവർ ഇതാക്കണം. വിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. വിസ്ന, അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് വിലയുടെ കാര്യത്തിൽ ഒരു വിപ്ലവമാണ്. ഏറെ കുറയുകയാണ് ഓരോ കാര്യത്തിന്. ഇപ്പോൾ ചെറിയ കാറുകൾ വാങ്ങണമെങ്കിൽ അങ്ങനെ, നിത്യോപയോഗ സാധനങ്ങൾക്കാണെങ്കിൽ അങ്ങനെ, എല്ലാത്തിനും വില കുറയുന്ന, വലിയ വില കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം പോവുകയാണ്. ഈ ആളുകൾ പ്രതികരിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണല്ലോ. തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ GST പരിഷ്കരണത്തിൽ ഇന്നലെ നമ്മൾ പ്രതികരണം എടുക്കാൻ പോയപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആളുകൾ സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ നേരത്തെ കേട്ട പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. പ്രത്യേകിച്ച് നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുന്നു എന്നത് ഈ കുടുംബ ബജറ്റ് താളം തെറ്റി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും അതോടൊപ്പം തന്നെ പ്രയോജനകരവുമായ ഒരു കാര്യം തന്നെയാണ് എന്നാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. പ്രധാനമായും എടുത്തു പറയുന്നത് ഈ മരുന്നുകൾ, ഇൻസുലിൻ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വലിയ രീതിയിൽ വില കുറയുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല ഈ പ്രിന്റിംഗ് മേഖലയിൽ പബ്ലിഷേഴ്സിനും നിരക്ക് കുറയുന്നു എന്നത് തന്നെയാണ് അവർ ഏറ്റവും എടുത്തു പറയേണ്ടത്. അങ്ങനെ വിവിധ മേഖലകളിൽ വലിയ രീതിയിൽ വില കുറയുന്നതോടൊപ്പം തന്നെ ഈ താളം തെറ്റിക്കിടക്കുന്ന കുടുംബ ബജറ്റിനെ ഒന്ന് സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാൻ ജനങ്ങൾക്ക് കഴിയുമെന്നത് തന്നെയാണ് അവർ ഏറ്റവും എടുത്ത് പറയുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിലൊരു GST പരിഷ്കരണം നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും നല്ല കാര്യം തന്നെയാണ് എന്നതാണ് ജനങ്ങൾ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുമ്പോൾ അത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായി മാറുന്ന ഒന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ആളുകൾ നടത്തിയിരിക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് ഏറ്റവും സന്തോഷകരവും അതായത് സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കുടുംബ ബജറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരിഷ്കരണമാണ് നടപ്പിലാക്കിയിരിക്കുന്നത് എന്നത് തന്നെയാണ് ആളുകളുടെ പ്രതികരണം. കൃഷ്ണരാജ്, ശരി.